വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കാരണം വരാൻ പറ്റാറില്ല. കല്യാണത്തിന് മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഒരു ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. സോ വല്യമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഋതുവായിട്ട് പിന്നെ വരാൻ പറ്റിയത് ഇപ്പോഴാണേ. അങ്ങനെ ഞങ്ങൾ വന്നത് 16-ാം തീയതിയാണ്. 17-ാം തീയതി തൊട്ട് കർക്കിടകം തുടങ്ങുന്ന കാരണം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തലേന്ന് തന്നെ വന്നപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എഴുതി റെസിപ്റ്റ് ആക്കിയിട്ട് നമ്മളിതേ തൃപ്രയാർ വരെ തൊഴാൻ വരികയാണ്. നാളെ തൊട്ട് കർക്കിടകത്തിൻ്റെ തിരക്കിലൊക്കെ കാരണം ഇതേ ക്യൂവിന് വേണ്ടിയിട്ട് ഈ സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് നട അടച്ചേക്കായിരുന്നു. കുറച്ച് നേരം അവിടെ ഈ ഒരു ചെറിയ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി മീനൂട്ടിനുള്ള പ്രസാദം എടുത്ത് നമ്മളതേ പുഴയുടെ അടുത്തേക്ക് പോവാണ്. മീനൂട്ടിന് വേണ്ടിയിട്ട് നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ നല്ലതായിട്ട് തന്നെ ഉണ്ടല്ലോ. ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പതിയെ നടന്നേ. പിന്നെ ഇവിടുത്തെ മീനുകൾക്ക് ഭയങ്കര വലിയ മീനുകളാണ്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. അതുപോലെ തന്നെ വെടിവഴിപാടും. കല്യാണത്തിനുള്ള തടസ്സങ്ങളും മറ്റും മാറാനായിട്ട് സുന്ദരകാന്ഡം രാമായണത്തിലെ വായന വേറൊരു പ്രത്യേക വഴിപാടാണ് കേട്ടോ അവിടെ. മീനൂട്ട് നടത്തിയതിന് ശേഷം ഒന്നുകൂടെ ഭഗവാനെ തൊഴുതിട്ട് വെടിവഴിപാടിനുള്ള റെസിപ്റ്റ് കൊണ്ട് വെടിപ്പുരയിൽ കൊണ്ട് കൊടുത്തു. അതിനുശേഷം അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. അമ്മയും വല്യമ്മയും അവിടേക്ക് കയറിയായിരുന്നു. ഞാനും ഋതുവും അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും തേവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കണ്ടത്. ഞങ്ങളങ്ങനെ അതും നോക്കി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു.